അള്ളാഹ് റമദാനിൽ പിശാചിനെ കെട്ടിയിടും. ബാക്കി 11 മാസക്കാലം കെട്ടിയിടേണ്ട ഡ്യൂട്ടി അമുക്ക. ബാക്കി 11 മാസക്കാലം പിശാചിനെ കെട്ടിയിടണം, അവനെ അറസ്റ്റ് ചെയ്യണം. ഇബ്ലീസ് എന്ന് പറയുന്നത് മനുഷ്യന്റെ വ്യക്തമായ ശത്രുവാണ്. ലാഭങ്ങളൊന്നുമില്ല ഇബ്ലീസിന്. ഒരാൾക്ക് വേറൊരാളോട് ശത്രുത ഉണ്ടാവണമെങ്കിൽ എന്തെങ്കിലും അതിലൊരു കാര്യലാഭം വേണം. ഉദാഹരണത്തിന് ബേക്കറി ഷോപ്പ് നടത്തുന്ന തൊട്ടിപ്പുറത്ത് തന്നെ വേറൊരു ബേക്കറി ഷോപ്പ് തുടങ്ങിയാൽ ആദ്യത്തെ ആൾക്ക് ഇയാളോട് ഒരു ചെറിയ അസൂയ വരും. കാരണം എനിക്ക് കിട്ടുന്ന ലാഭം കുറയുമോ എന്ന ആശങ്കയിൽ നിന്നാണ് ആ അസൂയ. ഓട്ടോ സ്റ്റാൻഡിൽ പുതിയൊരു ഓട്ടോ ഡ്രൈവർ വന്നാൽ നല്ല മനസ്സില്ലാത്തവർക്ക് ഒരു അസൂയ വരും. എന്തുകൊണ്ട്? ട്രിപ്പ് എനിക്ക് കിട്ടുന്നത് അയാൾക്ക് പോകുമോ എന്നുള്ള ഒരു ആശങ്ക. അതൊക്കെ എന്തെങ്കിലും ഒരു ഉപകാരമുള്ള ദുന്യവിയായ ഉപകാരം ചൊല്ലിയിട്ടുള്ള ചിന്തിച്ചിട്ടുള്ള ശത്രുതയാണ്. അല്ലെ? അതെ അല്ലേ? അതെ. ഇബ്ലീസിന് ഒരാളോടുള്ള ശത്രുത അയാൾക്ക് ഒന്നും ഉപകാരമൊന്നുമില്ല. എന്ത് ഉപകാരം ഉള്ളത്? എന്താ ഉപകാരം? നമ്മുടെ സുബി കഥാക്കിയോണ്ട് ഇബ്ലീസിന് ബോണസ് മാർക്ക് കിട്ടുമോ? എ എന്നുള്ളത് A+ ആവുമോ? നരകത്തിന് 2 ദിവസം രക്ഷപ്പെടുവോ? അയാൾക്ക് ആരെങ്കിലും അപ്രീസിയേഷൻ കൊടുക്കുവോ? അയാൾക്ക് വല്ല സർട്ടിഫിക്കറ്റ് ഉണ്ടോ? അയാൾക്ക് വല്ല അനുമോദന ചടങ്ങുണ്ടോ? ഇല്ല. ഒരാളുടെ മരണം ഈമാനില്ലാതെ മരിപ്പിച്ചാൽ ഇബ്ലീസിന് ആരെടുത്തെന്നെങ്കിലും എന്തെങ്കിലും കിട്ടാനുണ്ടോ? ഇല്ല. ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ അയാൾ മാറ്റിയിട്ട് സ്വന്തം വീട്ടിൽ കൊണ്ടുവച്ചാൽ ബാക്കിയുള്ളവർക്കൊക്കെ അസൂയ പോകും. ഇതേപോലെ ഇബ്ലീസിന് നമ്മളോട് ശത്രുതയും അസൂയും പോകാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്തോണ്ട് കാര്യമുണ്ടോ? ഒരു 5000 ചുരുട്ടി കൊടുത്താൽ, ഒരു 10,000 ഗൂഗിൾ പേ ചെയ്താൽ ഉപകാരം ഉണ്ടോ? ഇല്ല 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 ഇല്ല. ഇബ്ലീസിന് നമ്മൾ നശിച്ച് പണ്ടാരടങ്ങണം, അത്രേ താല്പര്യമുള്ളൂ. നമ്മൾ ഈമാനില്ലാണ്ട് മരിപ്പിച്ചുകൊണ്ടും നമ്മളെ ഭാര്യനെ തൊലാക്കല്ലിപ്പിച്ചുകൊണ്ടും ഇബ്ലീസിനാകപ്പാടെ വേണ്ടത് നമ്മൾ നശിക്കണം, അത്രേ ഉള്ളൂ. മൂപ്പരിക്ക് എന്താ കിട്ടുമെന്നില്ല, മൂപ്പരിക്കൊന്നും കിട്ടൂല. മൂപ്പരിക്കൊന്നും കിട്ടാതെ ഈ ശത്രുതയിൽ നിൽക്കുന്നതുകൊണ്ടാണ് അയാളെ അദുബ്ബും മുബീൻ എന്ന് പറയുന്നതെന്ന് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. വ്യക്തമായ ശത്രു എന്ന് പറഞ്ഞാൽ വ്യക്തമായി നിന്നോട് പറഞ്ഞല്ലേ അങ്ങോട്ട് പോകരുത്. അതാണ് ഈ വ്യക്തമായ എന്ന പദത്തിന്റെ വ്യക്തത. എന്ന പോലെ അദുബ്ബും മുബീൻ,